ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ തകർന്നത് മനുഷ്യജീവനുകൾ മാത്രമല്ല, കാലിവളർത്തൽ, കോഴിവളർത്തൽ മേഖലകളെയും യുദ്ധം താറുമാറാക്കി. പശുക്കളും ആടുകളും കോഴികളും ചത്തൊടുങ്ങി. 90% നാശമാണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്നാണ് കണക്കുകൾ പറയുന്നത്. യുദ്ധം നാശം വിതയ്ക്കുമ്പോൾ താളം തെറ്റുന്ന ഭക്ഷ്യമേഖലയെ താങ്ങി നിർത്തി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഗസയിലെ മനുഷ്യരുടെ വിശപ്പകറ്റിയിരുന്നത് ഈ ഫാമുകളായിരുന്നു. കോഴിഫാമുകളിൽ നിന്നും പശുഫാമുകളിൽ നിന്നുമുള്ള പാലും മുട്ടയും ഇറച്ചിയുമൊക്കെയാണ് ഗസയിലെ മനുഷ്യർ പട്ടിണിയെ അകറ്റി നിർത്തിയിരുന്നത്. ഭക്ഷ്യമേഖലയിലെ സ്വയം പര്യാപ്തത കൂടി മാസങ്ങൾ നീണ്ട ഇസ്രയേൽ ആക്രമണം തകർത്തു. കാലി, ആട്, കോഴി വളർത്തൽ മേഖല ഗസയിൽ തകർന്നടിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓരോ വർഷവും 35,000 ടൺ തീറ്റ ഉൽപ്പാദിപ്പിച്ചിരുന്ന 5 ഫാക്ടറികൾ തകർന്നു. 60,000 ആടുകൾ, 2,200 പശുക്കൾ, 36 മില്യൺ കോഴികൾ എന്നിവ ചത്തതായാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ 8.5 ലക്ഷം മുട്ടയിടുന്ന കോഴികളായിരുന്നു. 10 ലക്ഷം ടർക്കികൾ ചത്തു. 20,000 തേനീച്ച വളർത്തൽ കൂടുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഫാമുകളിലെ 50,000 പശുക്കിടാങ്ങളും നശിച്ചു. പൗൾട്രി മേഖലയിൽ മൊത്തം 80%-ഓളമാണ് നാശമുണ്ടായത്. പോഷകാഹാരക്കുറവും ഭക്ഷണ ദൗർലഭ്യവും മൂലം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഗാസ. ഖത്തർ ന്യൂസ് ഏജൻസിയാണ് പലസ്തീൻ സർക്കാരിനെ ഉദ്ധരിച്ച് കണക്കുകൾ പുറത്തുവിട്ടത്. ഭക്ഷ്യദൗർലഭ്യം ഒരു വശത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇസ്രയേൽ ഗാസ സംഘർഷം അതിശക്തമായി തുടരുകയാണ്. അതിന്റെ കൂടി അനന്തരഫലമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവ്. ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും അറസ്റ്റ് വാറണ്ട് നേരിടുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പട്ടിണി ഒരു യുദ്ധമുറയായിട്ടാണ് ഗസയിൽ പ്രയോഗിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ പലസ്തീനികൾക്കെതിരെയുള്ള കൂട്ടക്കുരുതി ഇസ്രയേൽ തുടരുകയാണ്. കൊടും പട്ടിണിയുടെ പിടിയിൽ വലയുന്ന ഗസയിലേക്ക് ഭക്ഷണവുമായി എത്തിയ വാഹനവ്യൂഹങ്ങളിലൊന്നിനു നേരെ വെടിയുതിർത്ത ഇസ്രയേൽ സേനയുടെ നടപടിയെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അപലപിച്ചു. ആക്രമണങ്ങളിൽ പലസ്തീനികൾ കൂട്ടമായി മരിച്ചു വീഴുകയാണ്. പരിക്കിന്റെ പിടിയിൽ ദുരിതം അനുഭവിക്കുന്നവരും നിരവധിയാണ്. മധ്യഗാസയിലെ നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പിന് വടക്ക് തിങ്കളാഴ്ച ഇസ്രയേൽ ബോംബാക്രമണത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖാൻ യൂനിസിന് സമീപമുള്ള അൽ മവാസി മേഖലയിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 49 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ പലസ്തീനിൽ മരിച്ചവരുടെ എണ്ണം 45,854 ഉയർന്നിട്ടുമുണ്ട്.